എല്ലാവർക്കും എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ചില അടിസ്ഥാന വസ്തുതകൾ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ കുറച്ച് അടിസ്ഥാന വസ്തുതകൾ നമുക്കത് ഏതൊക്കെയാന്ന് നോക്കാം. വളരെ ക്വിക്ക്. ഏതൊക്കെയാണവ? ഓക്കെ, ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? അക്ഷാംശ വ്യാപ്തി എത്രയാണ്? രേഖാംശ വ്യാപ്തി എത്രയാണ്? അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ അതിർത്തി രേഖകൾ ഏതൊക്കെയാണ്? നമ്മൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇന്ത്യയുടെ ചില അടിസ്ഥാന വസ്തുക്കൾ നമുക്കറിയാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയം സ്ഥിതി ചെയ്യുന്നു. തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നു. വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് മൗണ്ടെയ്ൻസ് ആണ്. വടക്ക് കിഴക്കായി നമുക്കറിയാം പൂർവാഞ്ചൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നു. തെക്ക് കിഴക്കായി ബംഗാൾ ഉൾക്കടലും തെക്ക് പടിഞ്ഞാറായി അറബിക്കടലും സ്ഥിതി ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്ന ആ മഹത് രാജ്യം. ഓക്കെ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും. ഇന്ത്യ ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു, ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും ഉത്തര അക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും ഉത്തരാക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഈ 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയുടെ അക്ഷാംശമാണ്. നമുക്കറിയാം, നമ്മുടെ തെക്കേറ്റം കന്യാകുമാരി അല്ല, അതിന് താഴെ ആൻഡമാൻ നിക്കോബാറും ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അക്ഷാംശം എന്ന് പറയുന്നത് 6 ഡിഗ്രി 45 മിനിറ്റാണ്. പക്ഷെ നമ്മുടെ PSC പുസ്തകങ്ങളെല്ലാം നമ്മൾ കാണുന്നത് 8 ഡിഗ്രി 4 മിനിറ്റാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യ അക്ഷാംശ രേഖകൾ പ്രകാരം സ്ഥിതി ചെയ്യുന്നത്. ഇനി രേഖാംശ രേഖകൾ പ്രകാരം പൂർവാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അക്ഷാംശ രേഖകൾ പ്രകാരം സ്ഥിതി ചെയ്യുന്നത്, രേഖാംശ രേഖകൾ പ്രകാരം സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്, ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ് എന്നാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരുന്നത്. വലുപ്പത്തിൽ വലിയ രാജ്യമാണ് ഇന്ത്യ. വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഓക്കെ, വലുപ്പത്തിൽ ഇന്ത്യ റഷ്യയെക്കാളും കാനഡയെക്കാളും ചൈനയെക്കാളും ഇനി USA ബ്രസീലിനേക്കാളും ഓസ്ട്രേലിയയെക്കാളും ചെറുതാണ്. എന്നാൽ അർജന്റീനയേക്കാൾ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? 7. എന്നാൽ ജനസംഖ്യയിൽ ലോകരാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്, അല്ലേ? നമുക്കറിയാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം, അതായത് പാകിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, മ്യാൻമാറുണ്ട്, നേപ്പാളുണ്ട്. ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ആകെ വിസ്തീർണം അത് 3.28, അതായത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഈ വിസ്തീർണം, ഈ 32,87,000 എന്ന് പറയുന്നത് ലോകവിസ്തൃതിയുടെ 2.42% മാത്രമാണ്. ഇന്ത്യയുടെ വിസ്തൃതി ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് പറഞ്ഞ്? 2.42%. ഇന്ത്യയുടെ കര അതിർത്തി എന്താ? ഇവിടെ മുതൽ ഇവിടം വരെ ഏതാണ്ട് 15,200 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. അതേസമയം ഇന്ത്യയുടെ ആകെ കടൽ തീര നീളം 7,516 കിലോമീറ്ററാണ്. ആകെ കര അതിർത്തി 15,200 കിലോമീറ്റർ ആണെങ്കിൽ ആകെ സമുദ്ര നീളം 7,516 കിലോമീറ്ററാണ്. ഇതേ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ വടക്ക് നീളം 3,214 കിലോമീറ്ററും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്ററുമാണ്. തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ, കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്ററുമാണ്. ഇനി നമ്മുടെ അതിരുകൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലാണ്, വടക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഹിമാലയമാണ്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? അറബിക്കടലുമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിര കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു.
ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിര കോൾ. ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിര കോൾ. അതേ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിര പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും തെക്കേയറ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിര പോയിന്റ്. വടക്കേയറ്റം ഇന്ദിര കോൾ. തെക്കേയറ്റം ഏതാണ്? പറഞ്ഞേ, തെക്കേയറ്റം ഏതാണ്? ഇന്ദിര പോയിന്റ്. വടക്കേയറ്റമായ ഇന്ദിര കോൾ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. തെക്കേയറ്റമായ ഇന്ദിര പോയിന്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഏറ്റവും പടിഞ്ഞാറേ അറ്റം, ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റമാണ് ഗുഹാർമോട്ട, ഗുഹാർമോട്ടി, സർ ക്രീക്ക്, ഗുഹാർമോട്ടിയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം അത് കിബിത്തു, കിബിത്തു. ഏറ്റവും കിഴക്കേ അറ്റം കിബിത്തു അല്ലെങ്കിൽ ട്രൈ പോയിന്റ് എന്നറിയപ്പെടുന്നു. ഏറ്റവും തെക്കേ അറ്റം പറഞ്ഞു, നമ്മൾ കണ്ടു, ഇന്ദിര പോയിന്റ് കണ്ടു. അതേസമയം ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം അറിയപ്പെടുന്നത് കന്യാകുമാരി എന്നാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരി. വടക്കേയറ്റം ഇന്ദിര കോൾ, പറഞ്ഞോളൂ. വടക്കേയറ്റം ഇന്ദിര കോൾ, തെക്കേയറ്റം ഇന്ദിര പോയിന്റ്, കിഴക്ക് കിബിത്തു, പടിഞ്ഞാറ് ഏതാണ്? ഗുഹാർമോട്ടിയാണ് സ്ഥിതി ചെയ്യുന്നത്. മാറിപ്പോവില്ലല്ലോ. വടക്ക് ഇന്ദിര കോൾ. ഇനി നമ്മുടെ മാനക രേഖാംശ രേഖ, നമ്മുടെ സമയരേഖ ഏതാണ്? നമ്മുടെ മാനക രേഖാംശ രേഖ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി പൂർവ്വരേഖാംശ രേഖ. 82 ഡിഗ്രി പൂർവ്വരേഖാംശ രേഖ, അതാണ് നമ്മുടെ സമയരേഖ അല്ലെങ്കിൽ മാനക രേഖാംശ രേഖ എന്നറിയപ്പെടുന്നത്. ഈ രേഖ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളോട് കടന്നു പോകുന്നു. എത്ര സംസ്ഥാനങ്ങളാണ്? 5 എണ്ണം. എത്രയാണ്? 5. ഏതൊക്കെയാണവ? നമുക്ക് നോക്കാം. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിൽ ആരംഭിക്കുന്നു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെ ഈ നമ്മുടെ മാനക രേഖാംശ രേഖ കടന്നു പോകുന്നു. മറ്റൊരു രേഖയുണ്ട്, നടുക്കോടെ കടന്നു പോകുന്ന മറ്റൊരു സാങ്കല്പിക രേഖ, 23 ഡിഗ്രി അക്ഷാംശ രേഖ, അതായത് ഉത്തരാൻ രേഖ എന്നറിയപ്പെടുന്നു. ഈ ഉത്തരാൻ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഗുജറാത്ത്, മറ്റൊന്ന് രാജസ്ഥാൻ, പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, പിന്നെ ബംഗാൾ, ത്രിപുര, മിസോറാം. വീണ്ടും പറയുന്നു, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, നമുക്കറിയാം ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെ നമ്മുടെ ഉത്തരായൻ രേഖ കടന്നു പോകുന്നുണ്ട്. 8 എണ്ണം, മാറിപ്പോകരുത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ത്രിപുര, മിസോറാം. ഏതൊക്കെയാണവ? മാറിപ്പോകില്ലല്ലോ. ഗുജറാത്ത് മുതൽ അങ്ങ് മിസോറാം വരെ 8 സംസ്ഥാനങ്ങളിലൂടെ ഈ ഉത്തരായൻ രേഖ കടന്നു പോകുമ്പോൾ മാനക രേഖാംശ രേഖ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. എത്രയാണ്? 5 എണ്ണം. ഏതൊക്കെയാണ് 5 എണ്ണം? നമ്മൾ ആദ്യം കണ്ടതാണല്ലോ. ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, പിന്നെ ഒഡീഷയുണ്ട്, പിന്നെ ഏതാ ഉള്ളത്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, മറന്നു പോകരുത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട്? ഏതൊക്കെയാണവ? നമുക്ക് പരിശോധിക്കാം. ഒന്ന് പാകിസ്ഥാൻ, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ, പിന്നെ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന ആ 9 അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണവ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. നമുക്കറിയാം ഈ 7 അയൽ രാജ്യങ്ങളും കര അതിർത്തി പങ്കിടുന്നതാണ്. അതേസമയം ഈ 2 അയൽ രാജ്യങ്ങൾ സമുദ്ര അതിർത്തി പങ്കിടുന്നതാണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപും. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? പറഞ്ഞേ, ചൈന. അപ്പോൾ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് ബംഗ്ലാദേശ്. വീണ്ടും പറയുന്നു, ഏറ്റവും വലിയ അയൽ രാജ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യവും ചൈനയാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യവും ചൈനയാണ്. അതേസമയം കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന,
കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന, ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഭൂട്ടാൻ. മാറിപ്പോവില്ലല്ലോ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? വളരെ പ്രസിദ്ധമായ ചോദ്യമാണല്ലേ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അന്താരാഷ്ട്ര അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ എന്ന പേരിലാണ്. ഏത് പേരിലാണ്? റാഡ്ക്ലിഫ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേസമയം പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡ്യൂറന്റ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. നമുക്കറിയാം ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ മക്മോഹൻ രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? മക്മോഹൻ രേഖ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തി രേഖ നമുക്കറിയാം കാളി നദിയാണ്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തിയിൽ ഒഴുകുന്ന നദിയാണ് കാളി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും അതിർത്തിയിൽ നമുക്കറിയാം പട്കായ്ഫും കുന്നുകളുണ്ട്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ചോദ്യം, അതിൻ്റെ ഉത്തരം ഇതാണ്, ഹക്കാബോ റാസി. ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും അന്താരാഷ്ട്ര അതിർത്തി നിലകൊള്ളുന്നതാണ് ഹക്കാബോ റാസി. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയാണ് തീൻ ബേഗ ഇടനാഴി. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഇടനാഴിയുടെ പേര് മറന്നു പോകരുത്, തീൻ ബേഗ ഇടനാഴി. നമുക്കെല്ലാം അറിയാം പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ്. പാക് കടലിടുക്ക് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്നു. ഇന്ത്യയുടെയും മാലദ്വീപിനും ഇടയ്ക്കാണ് നമുക്കറിയാം 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയുടെയും മാലദ്വീപിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് അല്ലെങ്കിൽ ആ അതിർത്തിയെ സ്ഥിതി ചെയ്യുന്നതാണ് മാലിദ്വീപ്. നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തിനെക്കുറിച്ചാണ്? ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകൾ, ജോഗ്രഫിക്കലി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. റൈറ്റ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഇനി ആ അയൽ രാജ്യങ്ങളുടെയും അതിർത്തികളുടെ പേരുകൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.